പർദീസായിലാണ് നിത്യജീവന്റെ വൃക്ഷം നിൽക്കുന്നതെന്നും അതിൽ അങ്ങ് ഫലം ഭക്ഷിക്കുവാൻ തരുമെന്ന് വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വചനത്തിൽ പറഞ്ഞു വെക്കുകയാണ്. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായിലെ ജീവവൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കുവാൻ ഞാൻ കൊടുക്കും. അതേ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് ഈ പർദീസായിലെ ജീവവൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിച്ച് ഒരു അമർത്യ മനുഷ്യനായി ദൈവത്തോടൊപ്പം നിത്യകാലം, ദൈവത്തിന്റെ സാമ്രാജ്യമുള്ളിടത്തോളം കാലം ദൈവത്തോടൊപ്പം വസിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം ഈ പീഡകളും സഹനങ്ങളിലും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യരെ ഒരു ദൈവികമായ ബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ എളിമപ്പെടുന്നുവെങ്കിൽ അവൻ്റെ മുഷ്കും തണ്ടുമെല്ലാം കുറയണം. കാരണം ധൂർത്തപുത്രന് ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് അവന് സുബോധമുണ്ടായത്. പഴയ നിയമ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പീഡയുടെ സഹനങ്ങളുടെ കാലങ്ങളിലൂടെ കടന്നുപോയവരാണ് പിൻകാലങ്ങളിൽ വലിയ രാജാവിനോളം സാന്നിധ്യമുള്ളവരായി മാറുന്നവരുണ്ട്.